നോർമലായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ദേഷ്യം വരുമ്പോൾ ഗുരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നൊക്കെ പറയുമ്പോൾ പച്ചത്തെറി വരെ വിളിക്കുമായിരുന്നെന്നാണ് പറയുന്നത് ശിഷ്യന്മാരെ ആ ദേഷ്യം വരുന്ന സമയത്ത്. അപ്പോൾ ഗുരു അടിച്ചിട്ടുണ്ട്. അടി കൊടുക്കേണ്ട സമയത്ത് കമ്പെടുത്ത് ഗുരു അടി കൊടുക്കേണ്ടവരെ അടിച്ചിട്ട് വരെ ഉണ്ട്. അപ്പോൾ എന്താണോ നോർമലായിട്ട് ഉചിതമായ പെരുമാറ്റം അതുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലെ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കും. കാര്യം ദേഷ്യം അത്രയ്ക്ക്, കാര്യം ഒരു നല്ല കാര്യം വളരെ നന്മയിൽ പ്രവർത്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പൈശാചികമായിട്ടുള്ള വട്ടുകളെല്ലാം കൂടെ ഒന്ന് എഴുതി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേഷ്യം വരില്ലേ? നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളെന്തെങ്കിലും പറയുന്നെങ്കിൽ നമ്മൾ സഹിക്കാം. നമ്മുടെ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളത് കണ്ടില്ല എന്നങ്ങ് നടിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക സ്വഭാവത്തിനെ നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക? അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, മറ്റതെല്ലാം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. അതേസമയം നമ്മൾ നമ്മുടേതായ അടുത്ത നിമിഷം, അതാണ് ഞാൻ പറയുന്നത്, ഇത് മനഃശാസ്ത്രപരമായി നമ്മൾ ഈ മനസ്സിൻ്റെ പല തലങ്ങളിലുള്ള വിഷമങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നെങ്കിലും അടുത്ത നിമിഷം നമ്മൾ അവയർനെസ്സിലാണ് സീറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആ അവയർനെസ് ഫ്രഷ് ആയിട്ട് അടുത്ത മൊമെൻറ്റിൽ നമ്മളെ കൊണ്ട് എന്താണോ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളത് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക, അല്ലാതെ ഈ വ്യക്തികളെ വിലയിരുത്താനും ജഡ്ജ് ചെയ്യാനും ഒന്നും നമ്മൾ നിൽക്കരുതെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളരെ അറിവുള്ള അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു വിഷമങ്ങൾ, ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അത് കൺവേ ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു വിഷമങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ വാക്കുകളിൽ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കരുതെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ചിലപ്പോൾ ഈ നിരാശയൊക്കെ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഇതെൻ്റെ ഒരു പേഴ്സണൽ വിഷമങ്ങളൊന്നും അല്ല, ഇതെൻ്റെ ഒരു പേഴ്സണൽ വിഷമങ്ങളല്ല, അങ്ങനെയുള്ള ഒരു കാര്യമേ അല്ല എന്ന് നമ്മൾ കേൾക്കുന്നവർ ഒത്തിരി മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ശ്രീ എപ്പോഴും നമ്മുടെ ഗുരുവെ കുറിച്ചും അഭിവന്ദ്യ ശിഷ്യപൂജിതയെ കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ചൊക്കെ ശ്രീ എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ആശ്രമത്തെ കുറിച്ച് നോക്കുമ്പോൾ ഗുരു ശരീരത്തിൽ ഇരുന്ന കാലത്തെ ഒരു ആശ്രമത്തിന്റെ രീതിയിൽ നിന്ന് ഇന്നത്തെ ആശ്രമത്തിന്റെ രീതി നോക്കുമ്പോൾ ഒരുപാട് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൻ്റെതായ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ മനസ്സ് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ അതിന്റെ കാഴ്ചപ്പാടിലാണ് ആ കാര്യങ്ങളെന്ന് പറയാറുണ്ടെങ്കിൽ പോലും വളരെ പ്രകടമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ വരാനും കാരണം. എന്നാൽ പല രീതിയിലും നമ്മുടെ ആശ്രമത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ച് ആശ്രമങ്ങളും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബ്രാഞ്ച് ആശ്രമങ്ങളും ഒക്കെ നമുക്ക് വർദ്ധിച്ചു വന്നു. പക്ഷേ അതേസമയം ഗുരുവായിട്ട് തുടങ്ങിയ ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ആശ്രമത്തിലുള്ള. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒരുപാട് അതിൻ്റെതായ അപജയങ്ങളും നമ്മൾ കാണുന്നു. അപ്പം അത് കാണുമ്പോഴാണ് ഈ ഒരുപാട് പേർക്ക് ഈ സംശയങ്ങൾ തോന്നുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു വളർച്ച എന്നുള്ള രീതിയിൽ കാണത്തക്ക രീതിയിൽ ആശ്രമം വളരെ പേരെടുക്കുകയും വളരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ, അതായത്